എവിടെല്ലാം അടിച്ചു നോക്കിയപ്പോൾ കിട്ടണ്ടേ? ഇല്ല, കിട്ടൂല. ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, ഉണ്ടെങ്കിലേ കിട്ടുക. അവിടെ മുസ്ലിം ഞാൻ വാശി വിട്ടാളി. ഞങ്ങളപ്പോ ലോകത്തൊരു കിതാബിലും ഇല്ല. അതുകൊണ്ട് അള്ളാന്റെ കിതാബിക്ക് മടങ്ങിക്കോളി. അള്ളാന്റെ കിതാബ് ഇപ്പം എന്താണ്? അള്ളഹാനോട് തേടിക്കോളിന, റബ്ബിനോട് തേടിക്കോളി, അവനോടെ തേടാവൂ. റബ്ബല്ലാത്ത ആരോട് തേടിയാലും മായം കാരക്കുരുവിന്റെ പാട പോലും ഉടമയാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. കേട്ടുവെന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബൂലക്കും ഉത്തരം ചെയ്യുകയുമില്ല. ഇത് നബിക്കും ബാധകമാണ്, എല്ലാ അമ്പിയാവിനും ബാധകമാണ്, ഇത് ഔലിയാവിനും ബാധകമാണ്, ഇത് സുഹദാവിനും ബാധകമാണ്, ഇത് സ്വാലിഹീങ്ങൾക്കും ബാധകമാണ്, ഇത് ജിന്നിനും ബാധകമാണ്, ഇത് മലക്കിനും ബാധകമാണ്, ഇത് ഇൻസിനും ബാധകമാണ്, എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് അള്ളാഹോട് തേടുക, അതാ ഹൈറ്. മറ്റേ ഈ വക കഥണ്ടാക്കിയിട്ട് അയ്യോ അവനാന്റെ വക ചൊപ്പിച്ച് എത്ര അധ്വാനം, എത്ര സമയം, എത്ര പണമാണ് മുസ്ലിയാരെ ഇതിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ഇല്ലാത്ത കഥ പറയാൻ വേണ്ടി. ഇത് തേങ്ങ ഒഴിപ്പിച്ച വാക്ക് അങ്ങനെ തോന്നുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് വയ്ക്കാൻ നിങ്ങൾ തുള്ളുകയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബോധ്യപ്പെടട്ടെ. അഥവാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും കുറെ മൂലമായ ബാക്കിലുണ്ട്. ഒരു ചിലരെങ്കിലും ചിന്തിക്കാതെ നിൽക്കൂല എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മുസ്ലിയാർ അങ്ങനെ കിതാബിലില്ല. തീർത്ത് പറയുന്നു, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുസ്ലിയാർ കളവ് പറഞ്ഞു, നിങ്ങൾ ആ കളവിനെ സപ്പോർട്ട് ചെയ്തു. ഇനി ഏതൊക്കെ മുസ്ലിയാർ സപ്പോർട്ട് ചെയ്ത പോലൊക്കെ ആ കളവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തീർത്ത് ഇവിടെ പ്രഖ്യാപിക്കുന്നു, ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ പോയി എന്ന് ഒരൊറ്റ കിതാബിൽ ലോകത്ത് കാണിക്കാൻ കഴിയില്ല. ആകെയുള്ള എന്താ? പറയപ്പെട്ട സ്വപ്നം കണ്ട ആള് ബിലാൽ ആ കിതാബിലുണ്ട്. ആ കിതാബിലുണ്ട്, ശരിയാണ്, ഒരു കുഴപ്പമില്ല. പറയപ്പെട്ട സ്വപ്നം കണ്ട ആള് ബിലാലാകുന്നു എന്നുണ്ട്. അത് എവിടെ ഉണ്ട് എന്നുള്ളത് സൈഫ് എന്നവരുടെ അൽ ഫുതൂഹ് വരിദ്ദ എന്ന കിതാബിൽ അങ്ങനെ ഉണ്ട് എന്നാണ് ഈ കിതാബിലുള്ളത്. ആ കിതാബിൽ പോയി നോക്കുമ്പോഴോ അവിടെ ഒരിക്കലും ഖബറിൽ പോയ വിഷയം ബിലാലിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഈ സൈഫിന്റെ കാര്യം സൈഫും അല്ല, അത് നേരത്തെ പറയുന്ന ആവശ്യം നമുക്ക് പോകേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ശരി, ഇവിടെ ഇത്ര പച്ചയായി നിങ്ങൾ പറഞ്ഞ കളവാണെന്ന് ഇപ്പൊ ചുരുങ്ങിയത് 10 ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. 10 പ്രാവശ്യങ്ങൾ നിങ്ങൾക്കും തോന്നിയല്ലോ വേണ്ടി ചെയ്തു എന്നുള്ളത്. ആയിക്കോട്ടെ, ഇനി അത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇതന്നെ വായിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കൂല. നിങ്ങൾ ഇതന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കാനില്ല. അടുത്ത ചോദ്യം കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് പുലിക്ക് പ്രസംഗിക്കാനാണെങ്കിൽ നാളെ സ്റ്റേജ് ഇട്ടിക്കോളി, അതായിട്ടും നല്ലത്. ഈ പറഞ്ഞ തന്നെ പറയാനും ഈ അലിഫ്ലാമും ഈ ആരിഫും പറയാനാണെങ്കിൽ അതൊക്കെ പുറത്ത് നാടന്മാർക്കൊക്കെ തിരിഞ്ഞു. ആരിഫിന്റെ അലിഫ്ലാമും റജുലും അതേപോലെ ബിലാലും മനാമും മദക്കൂറും ഒക്കെ ഇപ്പോൾ കൂടി നാടന്മാർക്ക് അടക്കം തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതന്നെ വീണ്ടും വായിച്ച സമയം കളയാനാണെങ്കിൽ അത് ന്യായമല്ല എന്ന് കൂടി സൂചിപ്പിക്കും. ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങളെന്തിനാ ഒച്ചയും ഉണ്ടാക്കണേ? നമ്മള് സംശയ നിവാരണത്തിനല്ലേ, ആരും പ്രശ്നം ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പുചാക്കിനെ കുറിച്ച് പഞ്ചാരച്ചാക്ക് 1000 വട്ടം പറഞ്ഞാൽ സാധനം മാറില്ല. ഇവിടെ ഫത്ഹുൽ ബാരി സംഭവം ഉദ്ധരിച്ചിട്ട് പറഞ്ഞല്ലോ സഹോദര, പറഞ്ഞല്ലോ വളരെ സൗമ്യമായിട്ട് പറയട്ടെ. നിങ്ങൾക്ക് ഇതല്ലാതെ ഈ പറഞ്ഞ കാര്യം തന്നെ കിട്ടൂലേ? ജനങ്ങളെ പറ്റിച്ചാണ് ഇല്ലാന്നുള്ള ഈ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടാണ്. അതെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, വെറുതെ സമയം കളഞ്ഞു. നിങ്ങൾക്ക് വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. വേറെ ഉസ്താദ് ഉണ്ടല്ലോ കിതാബ് പോയിട്ട് വന്നിട്ട്, അദ്ദേഹം ചോദിക്കട്ടെ. ഉസ്താദിന്റെ പേരെന്താ? പേര് സലീം. മാഷാ. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ആൾക്കാർ കേട്ടു. അത് പണ്ട് ചെറുമൻ അടിറ്റിയപ്പോ പറഞ്ഞ മാതിരി, പണ്ട് ചെറുമൻ അടിറ്റിയപ്പോ എന്താ പറഞ്ഞത്? അവിടുന്നല്ല അടിറ്റിയത്, ഇവിടുന്നല്ല അടിറ്റിയത്. അപ്പൊ ഒന്നാണ് കൊടുത്തു, അത് ഇവിടുന്നല്ലേന്ന് പറഞ്ഞു. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്. ചെറുമൻ അടിറ്റി അതേ രൂപമാണ് അത് പഠിപ്പിച്ചു. സ്വഹാബി ചെയ്തിക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വന്നിട്ട് ആ സ്വഹാബി അതങ്ങനല്ല, മറ്റേതോ അതങ്ങനല്ല, അതങ്ങനല്ല, അത് ഞങ്ങൾ അംഗീകരിക്കും. ഫത്ഹുൽ ബാരി ഞങ്ങൾ അംഗീകരിക്കൂല, ആ പറഞ്ഞത് അങ്ങനല്ല. സഹോദരന്മാരെ, എന്താ ഇങ്ങക്ക് ഇതുമ്പത്തോടെ പോയി? അത് വളരെ വിശദമായി ഒരു 3/4 മണിക്കൂറോളം ഇവിടെ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തിനാ സമയം കളഞ്ഞത്? ചോദ്യം ചോദിക്കും. നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾ കിതാബൊക്കെ ആയിട്ട് വന്നതല്ല, ആ കിതാബ് ഉദ്ധരിച്ച് ചോദ്യം ചോദിച്ചോളി. അതിനുള്ള തുറന്ന അവസരമല്ല അത്. തുറന്ന അവസരത്തിന് മറുപടി നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടല്ല. അല്ല, ആയിക്കോട്ടെ, ചോദ്യം ചോദിച്ചോളി. ചോദ്യം ചോദിക്കാം. അപ്പൊ സ്വഹാബത്ത് ചെയ്തതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ അതാണ് ഇതാണ്. ചോദ്യം ചോദിക്കണില്ല. ചോദ്യം കേട്ടോളി. ബഹുമാനപ്പെട്ട ഇമാം നവവി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി, ബാബുമാ യഖൂലു ഇദം ഫലതത് ദാബത്തുഹു എന്നുള്ള ബാബിൽ
നിങ്ങൾ പഠിച്ച മേറ്ററാക്കാൻ നിങ്ങൾ പുറത്തേക്ക് അതാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നു കുന്തുഅന മറത്തം മഅ ജമാഅത്തിൻ ഫംഫലതത് മിൻഹാ ബഹീമത്തും വഅജ്സുഹ ഫഖുൽതുഹു ഫവഖഫത് ഫിൽ ഹാലി ബിഗൈരി സബബിൻ സിവ ഹാദൽ കലാം. അപ്പോ യാ ഇബാദല്ലാഹി ഐനൂനി ശരിക്കുള്ള ഇസ്തിഗാസയാണ്. എല്ലാവരും ചിരിച്ചിട്ടല്ലോ. യാ ഇബാദല്ലാഹി ഐനൂനി, ആരെങ്കിലും വിജനമായ സ്ഥലത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ യാ ഇബാദല്ലാഹി ഐനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം. യാ ഇബാദല്ലാഹി ഐനൂനി എന്ന് നബവി ഇമാമ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നും അത് അദ്കാറിൽ പറയുന്നു. അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, ഇത് വെച്ചുകൊണ്ട് ഞാനൊരു സമയത്ത് കുടുങ്ങിയപ്പോൾ വഖദ് ജറബതു ദാലിക, ഞാനത് പരിശോധിച്ചു, എനിക്കത് ഫലം കിട്ടിയെന്ന്. അപ്പോ നബവി ഇമാമും അതുപോലെ അഹ്മദ് ബിൻ ഹംബലും തുടങ്ങി ഡസൻ കണക്കിന് ഒരുപാട് ഇമാമിങ്ങൾ യാ ഇബാദല്ലാഹി ഐനൂനി, ഇതല്ല ഇസ്തിഗാസ. അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം. ഇതിലേറെ പച്ചയായൊരു വാക്കുണ്ടോ? യാ ഇബാദല്ലാഹി ഐനൂനി, അള്ളാഹുവിന്റെ അടിമകളെ ആരെങ്കിലും മരുഭൂമിയിലോ മറ്റോ അകപ്പെട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ അവർ പറയട്ടെ യാ ഇബാദല്ലാഹി ഐനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം എന്ന് നബി ഇമാം പറയുന്നു. വകുന്തു അന മറത്തൻ മഅ ജമാഅത്തിൻ, ഞാനൊരു സംഘത്തിലൂടെ പോകുകയായിരുന്നപ്പോൾ ഫംഫലതത് മിൻഹാ ബഹീമത്തുൻ, ഒരു ജീവി അതിൽ ഇടഞ്ഞു പോവുകയും ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുടുങ്ങിയപ്പോൾ നബി ഇമാം പരിശോധിച്ചു, ഞാൻ ഇതല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ യാ ഇബാദല്ലാഹി ഐനൂനി എന്ന് ഞാൻ പറഞ്ഞു. ഫവഖഫതു ഫിൽ ഹാലി, അതിന്റെ ഫലം കണ്ടു. മൗലവിമാര് പഠിച്ചോളി. ഫവഖഫതു ഫിൽ ഹാലി ബിഗൈരി ആവർത്തിച്ച് പറയേണ്ടത്. മറുപടി പറഞ്ഞാൽ മറുപടി ഇതിനെ പറ്റി ഇമാം നബവി ഇത് പറഞ്ഞത് ഇസ്തിഹാസമാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇമാം നബവി യാ ഇബാദല്ലാഹി ഐനൂൻ, അതിലേറെ വലിയ ഇസ്തിഹാസ ഇല്ല. അത് ആണെന്നാണോ നിങ്ങളുടെ വാദം? ആണെങ്കിൽ പറഞ്ഞോളി. ഇമാം നബവി പറഞ്ഞതിനെ ആണെന്നാണോ നിങ്ങളുടെ വാദം? അത് ഇസ്തിഹാസക്ക് തെളിവായിട്ടാണോ നിങ്ങൾ ഉദ്ധരിക്കുന്നത്? ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ? ആണോ? നിങ്ങൾ കുറെ സമയമായി ഒരേ പിന്നെ ഒരേ സംഗതിനെ ആവർത്തിച്ച് വായിക്കണം. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമുണ്ട്. ചോദ്യം ഇങ്ങോട്ട് ചോദിക്കരുത്. അതിനാണ് നിങ്ങൾക്ക് അവിടെ ചെയ്തിട്ട് നടക്കുന്നത്. അതെ, സുന്നികൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. 5 മിനിറ്റായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. ചോദ്യം ചോദിക്കും. മൈക്ക് ഓഫ് ആക്കിനെ കൊണ്ട് നടക്കൂല. ചോദ്യം എന്നുള്ളത് ഇമാം നബവിയും അഹ്മദ് ബിൻ ഹംബലും തുടങ്ങി ഒരുപാട് മഹത്തുക്കളായ ഇമാമിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ചോദ്യം കേട്ടോ. ഇത്ര 5 മിനിറ്റ് പറയേണ്ട സാധനം അത് ഒറ്റ മിനിറ്റോട് ചോദിച്ചാൽ പോരെ? ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി വ്യക്തമായിട്ട് കേട്ടോളി, കേട്ട് പഠിക്കട്ടാ. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. യഥാർത്ഥത്തിൽ ചോദിച്ചു നന്നായി നമ്മൾ പറയാനുള്ളത്. ഞങ്ങളെ കുറച്ച് ആൾക്കാർക്ക് ഇത് തിരിഞ്ഞിട്ടില്ല, പോലിക്കൂടി തിരിക്കാപ്പെടുന്നതല്ല. ഏതായിരുന്നാലും ഇവിടെ ഈ ഹദീസ് മുജാഹിദുകൾക്കിടയിൽ ഒരു 10-15 കൊല്ലമായി ചർച്ച ഉണ്ട്. ഒരു 5-8 കൊല്ലമായിട്ട് കുറച്ച് അധികമായി ചർച്ച ഉണ്ട്. ചില ആളുകൾ ഞങ്ങളൊക്കെ ചോദിച്ചത് എന്തിനാങ്ങൾ പെട്ട് ഹദീസ് എടുത്തത് അയ്യഫല്ല പെട്ട ഇപ്പൊ കൂടണമെന്ന്. ഞങ്ങളൊന്ന് പറഞ്ഞാൽ മൂലമായി തെറ്റി വരും, അതുകൊണ്ടാണ്. ഇപ്പൊ തെളിഞ്ഞല്ലോ, ഇപ്പൊ തെളിഞ്ഞു. അപ്പൊ മൂലമാർക്ക് ഇത് തെളിവാണ്. എന്തിന്? ഓല ഇസ്തിഹാസക്ക് ഞങ്ങൾ ഇമാം നബവി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിൽ അദ്കാറിൽ അതുണ്ട്. ഇമാം അഹ്മദ് അത് ചെയ്തിട്ടുണ്ട് ഹജ്ജിന് പോയപ്പോൾ. ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ കലിമുത് ത്വയ്യിബിൽ അത് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലയും അതിന്റെ വ്യാഖ്യാനത്തിൽ അത് പരാമർശിച്ചു പോയിട്ടുണ്ട്. ഇനി അവിടെ ഇങ്ങോട്ട് എടുത്താൽ മുസ്ലിം ലോകത്തെ സലഫി ലോകത്തെ പണ്ഡിതന്മാർ ഭൂരിപക്ഷം ആളുകളും ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ 1971 ഉമർ മൗലവി അദ്ദേഹത്തിന്റെ സൽസബീൽ മാസികയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നാട്ടുകാരൻ കൂടിയായ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദീനി ശബാബിലേക്ക് വന്ന ചോദ്യത്തിന് മറുപടിയായി ഇത് വിശദമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ 3-4 കൊല്ലമായി ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഇത് പറയേണ്ടിടത്തൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇസ്തിഗാസ ഏതാണോ
ആ ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവും ഇതിലില്ല. അതാണ് ഒന്നാമത്തെ മറുപടി. അതുമായി ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ട് യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കുകയും എന്നാണല്ലോ അതിലുള്ളത്. അതിന്റെ റിപ്പോർട്ടുകളിൽ കാണാം ഫഇന്ന ലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ലാ നറാഹും, നാം അവരെ കാണുകയില്ല. അപ്പൊ നാം കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. അപ്പൊ മൊയ്തീൻ ശൈഖ് നമ്മൾ കാണാത്ത അടിമല്ലല്ലോ. 90 കൊല്ലം നാട്ടിൽ ജീവിച്ചപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. റിഫായി ശൈഖിനെയും നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. മൊയ്തീൻ ശൈഖിന്റെ കണ്ണുമ്പഴത്തും വിളിച്ചപ്പോ മാത്രമേ കാണാതെ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നാം കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്. അപ്പൊ ഏതായാലും നമ്മൾ തമ്മിൽ കാണുന്ന മനുഷ്യന്മാരെ പറ്റി അല്ല എന്ന് ഉറപ്പാ. ആ സംഭവം ഉണ്ടെങ്കിൽ തമ്മിൽ കാണുന്ന മനുഷ്യന്മാര്, മൃഗങ്ങള്, പക്ഷികള്, അത് തുടങ്ങിയ വസ്തുക്കളെ പറ്റി അല്ല ആ പരാമർശം. പിന്നെ ലാ നറാഹും, കാണാത്ത. മറ്റൊരു റിപ്പോർട്ടിൽ ഫഇന്ന ലില്ലാഹി ഇബാദൻ ഹാദിറൻ സയഹ്ബിസുഹു, ആ മൃഗത്തെ തടഞ്ഞു വെക്കുന്ന ഹാജറായ ചില അടിമകളുണ്ട്. അപ്പൊ ഹാജറായ അടിമയുണ്ട്, നമ്മൾ കാണാത്ത അടിമയുമാണ്. ഹാജറായിട്ടും കാണാത്തത് മനുഷ്യനല്ലാന്ന് ഉറപ്പാ. മനുഷ്യനാണെങ്കിൽ ഹാജറായ കാണും. ഇത് ഹാജറാണ് പക്ഷെ കാണില്ല എന്നാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്. ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ടാണ് നബി ഇമാം അൽ അദ്കാറിൽ ബാബുമായ യഖൂലു ഇദം ഫലതത്തിദ് ദാബ്ബ, യാത്രാമൃഗം ചാടിപ്പോയാൽ പടയേണ്ടതെന്ത് എന്ന അധ്യായം എന്ന വിഷയത്തിൽ ആ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞത്. ഇമാം തുബ്രാനിയും ഇബ്നു സുന്നിയുമാണ് ആ ഹദീസ് ഉദ്ധരിച്ചത്. ആ പരമ്പര സ്വഹീഹല്ല, ദുർബലമാണ്, ദഈഫാണ്. നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന സംഭവം സ്വഹീഹല്ല, ദഈഫാണ്, ദുർബലമാണ്. സാധാരണഗതിയിൽ മുജാഹിദിനെ സംബന്ധിച്ച് ദുർബല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കലില്ല, ആവശ്യമില്ല. പക്ഷെ ദുർബലമായിക്കോട്ടെ, ഞങ്ങൾക്ക് അതല്ല വിഷയം. ഇമാം അഹമ്മദ് ചെയ്തില്ലേ, ഇമാം നവവി ചെയ്തില്ലേ, ഷൗക്കാനി പറഞ്ഞില്ലേ, അപ്പൊ ഓരൊക്കെ ഇസ്തിഗാസ അംഗീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരാരും ഇസ്തിഗാസ അംഗീകരിച്ചവരല്ല, അതിന് പ്രോത്സാഹിപ്പിച്ചവരല്ല. നേരെ മറിച്ച് ഈ ഹദീസ് സ്വഹീഹാണ് എന്ന ധാരണയിൽ, ഇനി അതല്ലെങ്കിൽ ഫലായിന്റെ വിഷയം പറയുമ്പോൾ ചെറിയ നുറുഫുകളൊന്നും പ്രശ്നമല്ല എന്ന നബവി ഇമാമിന്റെ അസ്ലു പ്രകാരം, ഇമാം അഹമ്മദിന്റെയും അസ്ലു പ്രകാരം അവർ അത് സ്വീകരിക്കാവുന്ന റിപ്പോർട്ടായി കണ്ടു. അതുകൊണ്ട് ഒരു ഹദീസിൽ അങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ അത് ചെയ്തു. ശിർക്കായിരുന്നുവെങ്കിൽ ഒരു ഹദീസിൽ കാണൂല എന്ന് ഉറപ്പാണ്. ഒറ്റ ഹദീസിലില്ലല്ലോ. നിങ്ങൾ എവിടെ പോയി കുടിഞ്ഞാല് മൊയ്തീൻ ശൈഖിനെ വിളിച്ചോളി എന്ന ഹദീസില്ലല്ലോ. കാരണം എന്താ ഉണ്ടാവില്ല. ഞാൻ മൊയ്തീൻ ശൈഖ് വേണ്ട ഇബ്രാഹിമിനെ വിളിച്ചോളിന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മരിച്ചുപോയ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ശുഹദാക്കളെയോ സ്വാലിഹീങ്ങളെയോ ആ സ്ഥലത്ത് ഇല്ലാത്ത, അവിടുന്ന് വായിബായ സ്ഥലത്തില്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളെയോ അവിടെ വിളിച്ചു നേടുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ ഹദീസ് സ്വഹീഹാണ് എന്ന് മനസ്സിലാക്കിയ വീക്ഷണപ്രകാരം ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നാം കാണാത്ത ചില അടിമകളുണ്ട്. അപ്പോൾ ഉണ്ട്, പക്ഷെ കാണുന്നില്ലാതേ ഉള്ളൂ. അപ്പൊ ആരാണ്? അവിടെയാണ് ചർച്ചയിൽ ഒരു പക്ഷെ മലക്കളായിരിക്കാം, അല്ലെങ്കിൽ ജിന്നുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മറ്റു വല്ല അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യങ്ങളുമായിരിക്കാം. അവിടെ ഹാജറുള്ള ഈ ശബ്ദം കേൾക്കുന്ന അവിടെയുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു സൃഷ്ടി ആരോ ആവട്ടെ, അവർ ആ മൃഗത്തെ, ആ യാത്രാ വാഹനത്തെ പിടിച്ചു വെച്ചു എന്നേ അതിലുള്ളൂ. അതിനപ്പുറത്ത് അത് മരിച്ചുപോയ അമ്പിയാക്കന്മാരാണ് എന്നോ ആ നിലക്കുള്ള ശ്രോതാക്കന്മാരാണ് എന്നോ സ്ഥലത്തില്ലാത്തവരാണ് എന്നോ എന്നൊന്നുമുള്ള വ്യാഖ്യാനങ്ങൾ ആ ഹദീസിന് പ്രാമാണികമായി ആരും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ചോദിച്ചില്ലേ, ഒരു 6 മിനിറ്റ് ഞാൻ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹദീസ് നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയുമായി ബന്ധമുള്ളതേ അല്ല. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ ഉദാഹരണം ഉണ്ട്, നിങ്ങൾ കൂടി അത് ഉപകാരപ്പെടുന്ന പറയാണ്. അപ്പൊ ഈ വിഷയമൊക്കെ വന്നപ്പോ വിചിന്തനത്തിൽ ലേഖനം വന്നു, ചത്ത പോത്ത് കൊണ്ട് കുറുമ വെക്കണോന്ന്. അതായത് ചത്ത പോത്താണ്, ഇനി അതിനെ മാംസം കൊണ്ട് കുറുമ വെക്കാൻ പറ്റൂല എന്ന്. അപ്പൊ ഞങ്ങളൊന്ന് പറഞ്ഞു, പോത്ത് ചത്തോ ചത്തില്ലേ എന്നതിനേക്കാൾ പ്രധാനം ജീവൻ ഉണ്ടെങ്കിലും കുറുമ വെക്കാൻ പറ്റാത്തതാണ് എന്നതാണ് പ്രശ്നം. മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഒരു പോത്തിനെ പേപ്പട്ടി കടിച്ചു സങ്കല്പിക്കാം. അങ്ങനെ പേപ്പട്ടി കടിച്ചു, അതിന് വിഷമേറ്റു, അതിങ്ങനെ ചാകാൻ കിടക്കുകയാണ്. അപ്പോൾ ഒരു തർക്കം, പോത്ത് ചത്തോ ചത്തില്ലേ. എന്തിനാണ്? അതിന് ഇറച്ചെടുത്ത് കറി ഉണ്ടാക്കാനാണ്. അപ്പൊ ചത്തിട്ട് നിങ്ങൾ കറി ഉണ്ടാക്കാം,
ചത്തെങ്കിൽ കുഴിച്ചിടാം. അപ്പൊ ഓരോരുത്തർ ചത്തിട്ടുണ്ട്, കറി വെക്കണ്ട. മറ്റൊരാൾ ചത്തിട്ടൊന്നുമില്ല, കറി വെക്കാം. അപ്പൊ മൂന്നാമതൊരു ടീം പറഞ്ഞു അത് ചത്താലും ചത്തില്ലെങ്കിലും കറി വെക്കാതാലും പറ്റൂല, കാരണം അതിന്റെ പേപ്പട്ടി അടിച്ചതാണ്. ഇതാണ് വിഷയം. അപ്പൊ ലഈഫാണോ സ്വഹീഹാണോ രണ്ടായിട്ടും കഴിഞ്ഞാൽ ഇസ്തിഗാസക്ക് പറ്റൂല. ലഈഫായാലും ശരി സ്വഹീഹായാലും ശരി, നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസ ഏതോ ആ ഇസ്തിഗാസയുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ഒരാൾ പ്രാവർത്തികമാക്കിയ അയാളെ പറ്റി അയാൾ ശിർക്ക് ചെയ്തു എന്നോ അദ്ദേഹം ഈ പറഞ്ഞ ഇസ്തിഗാസ ചെയ്തു എന്നോ നിങ്ങൾ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നോ ഒന്നും പറയാൻ വകുപ്പില്ല. അത്തരം ഇസ്തിഗാസ അതിൽ ഇല്ലതാനും. അതിലാകെ എന്തേ ഉള്ളൂ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയാൻ കൽപ്പിച്ചു, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ സ്ഥിരപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇമാമുമാർ അത് പ്രകാരം ചെയ്തു. എന്നാൽ സൂക്ഷ്മ പരിശോധന നടത്തിയ പണ്ഡിതന്മാർ പഴയകാലം മുതൽ താപിഴ ഇബ്നു മുബാറക്ക് മുതൽ ഇങ്ങോട്ടുള്ള പലരും അത് സ്വഹീഹല്ല എന്ന് മനസ്സിലാക്കിയവരുമാണ്. രണ്ടാണെങ്കിലും സ്വഹീഹ് ആവട്ടെ ലഈഫ് ആകട്ടെ നമ്മൾ തമ്മിൽ തർക്കവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ശരി. ഒന്നാമത് മൂപ്പര് ഹദീസ് ലഈഫാണ്. ഇത് ഏതെല്ലാം തൊബറാനിയും ഇബ്നു സുന്നിയും ഉദ്ധരിക്കുന്ന റൂട്ടാണ് മൂപ്പര് സ്വീകരിച്ചത്. ഇബ്നു ബസ്സാർ മുജമിൽ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ സനദ് വായിക്കും, ഒരൊറ്റ കുട്ടി ആ ഹദീസിനെ തൊട്ടിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ ബസ്സാർ ഉദ്ധരിക്കുന്ന ഹദീസ് ലൈഫാണെന്ന്? ഒന്ന് ആ ഹദീസ് സ്വഹീഹാണ് എന്ന് ബസ്സാർ ഉദ്ധരിക്കുന്ന റിവായത്ത് പ്രകാരം ഹദീസ് സ്വഹീഹാണ്. മൗലവി ഉദ്ധരിച്ചത് അത് തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസ് തന്നെ മറ്റൊരു തൊബറാനി ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു സുന്നി ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു ബസ്സാർ ഉദ്ധരിക്കുന്ന റിവായത്ത് പ്രകാരം ഈ ഹദീസ് സ്വഹീഹാണ്. ഖാലൽ ഹാഫിദു ഹാദൽ ഇസ്നാദു സ്വഹീഹുൻ, ഈ ഇസ്നാദ് സ്വഹീഹാണെന്ന് ഹാഫിദ് പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ റിവായത്ത് പ്രകാരമാണ് ഈ റിവായത്ത് ഈ ഹദീസ് വന്നത് എന്ന് ബസ്സാർ പറയുന്നു. ബസ്സാറിനെ തൊട്ട് ഉദ്ധരിക്കുന്ന റിവായത്ത് മൗലവിക്ക് എന്താ തൊടമ്പടി? മൗലവി അതിന്റെ സനത് വായിക്കും. ബസ്സാർ ഉദ്ധരിക്കുന്നതിന്റെ സനത് ധൈര്യമുണ്ടെങ്കിൽ ഈ കുത്തരിക്കുന്ന മൗലവിമാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി തങ്ങൾ എന്തിനാണ് ഇവിടെ കയറി കുത്തരിക്കുന്നത്? തൊബറാനി ഇബ്നു സുന്നി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് മാത്രം കണ്ടു ഉദ്ധരിക്കുക. ബസ്സാർ ഉദ്ധരിക്കുന്ന തൊടാമ്പടി ഒന്ന് ഹദീസ് സ്വഹീഹാണ്. രണ്ടാമത് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് നബി ഇമാമും അഹ്മദ് ബിൻ ഹംബലും ചെയ്തത്. എന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. തെറ്റിദ്ധരിച്ചിട്ട് ഇമാം നബവി തങ്ങൾ ശിർക്ക് ചെയ്തു. താങ്കൾ പറഞ്ഞു അത് വെറും യാ ഇബാദല്ലാഹി യാ ഇനൂനി മാത്രല്ലേ ഉള്ളൂ, പോരെ? അതല്ല മുതല് യാ ഇബാദല്ലാഹി യാ ഇനൂനി പോരെ? എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹായിക്കണം എന്നെ. ഇതന്നല്ല, ഇത് തർക്കത്തിലേക്കുന്ന ഇസ്തിഗാസ അല്ല. ഓരോന്നും അക്കമിട്ട് മറുപടി പറയണം. ഹദീസ് സ്വഹീഹാണ്, ബസ്സാറിന്റെ റിവായത്ത് പ്രകാരം സ്വഹീഹാണെന്ന് ഹാഫിദ് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് ഇമാം നബവി തങ്ങളും അഹ്മദ് ബിൻ ഹംബലും ഇത് സ്വഹീഹാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു. പച്ചക്കള്ളം ഇമാമിന്റെ നബവി തങ്ങളെ പേരില്. ഇദ്ദേഹം കണ്ട ഹദീസ് നബി ഇമാം കണ്ടിട്ടില്ല. പച്ചക്കള്ളം നബി ഇമാമിനെയും അഹ്മദ് ബിൻ ഹംബലിനെയും മറ്റുള്ള മഹത്തുക്കളായിരിക്കുന്ന ഇമാമിങ്ങളെ കവളിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പച്ചക്കള്ളൻ നബി മേൽ നബി ഇമാം ഈ ഹദീസ് സ്വഹീഹ് കാണാതെ ചെയ്തോ? ഇനി അതല്ല, നബി ഇമാം ശിർക്ക് ചെയ്തോ? മറുപടി രണ്ട് പറയണം. നബി ഇമാം ഇത് തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തതാണ്. എന്ത്? എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണ ചരിത്രമല്ല പറയുന്നത്, എന്തെങ്കിലും ചെയ്ത ചരിത്രമല്ല പറയുന്നത്. ശിർക്ക് ചെയ്തത് തെറ്റിദ്ധരിച്ച് ചെയ്തു. നബി ഇമാം മുശ്രിക്കാണോ? അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ? ഹദീസ് സ്വഹീഹാണ്. ആ പ്രകാരം നബി ഇമാം ചെയ്തു. യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ നിങ്ങൾ സഹായിക്കണം. നബി ഇമാം ചെയ്തു. എന്താ ഫൈസൽ മൗലവിക്ക് ചെറിയൊക്കെ പോയിക്കണ്. ചോദ്യം മർമ്മത്തിന് കൊണ്ടപ്പോഴേ ഇങ്ങനെ മേപ്പെട്ട് വെക്കുക. ഞാൻ പറയുന്നു നബി ഇമാം ചെയ്തത് തെറ്റിദ്ധരിച്ചാണ് തിരുത്തണം. നബി ഇമാമിന്റെ മേല് പച്ചക്കള്ളം. നബി ഇമാം സ്വഹീഹായ റിപ്പോർട്ട് പ്രകാരമാണ് ചെയ്തത്. ബസ്സാർ ഉദ്ധരിക്കുന്നു. അങ്ങനെ നബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ ചെയ്തു. മൂപ്പര് പറയുന്നു അത് കാണാത്ത ഒരു തരം മലായിക്കത്തുകളാണ് അല്ലെങ്കിൽ ആൾക്കാരാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ? അദൃശ്യമായിട്ട് കാണുന്ന ആളെ കൊണ്ട് എങ്ങനെ പിന്നെ ഇസ്തിഗാസ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇപ്പൊ മുജാഹിദ് ചെയ്താനും ജിന്നും ഒക്കെ ആയിക്കോട്ടെ. ഇനി കുറച്ച് ഞാൻ പറയട്ടെ, ഇനി കുറച്ച് ഞാൻ പറയട്ടെ, കേൾക്കണം എന്നുള്ളൂ. നിങ്ങളിപ്പോ രണ്ടും ഞാൻ നേരത്തെ വിശദീകരിച്ചാ, നിങ്ങൾ അപ്പൊ കേട്ടില്ല. ഞാനപ്പോ തന്നെ ഞാൻ പേപ്പർ അടിച്ചേ പറയില്ലേ ജീവൻ ഉണ്ടായിട്ടും കാര്യമില്ല. അതപ്പോ ജീവൻ ഉണ്ടായിട്ടും കാര്യമില്ല. എന്തിനാ ജീവൻ വെപ്പിക്കണത്? എന്തിനാ സ്വഹീഹ് ആക്കണത്? നിങ്ങൾ ഇസ്തിഗാസക്കല്ലേ? അതിന് വകുപ്പില്ല. ബസ്സാർ മാത്രം ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഹാക്കിമിന്റെ മുസ്തദറക്കിലുണ്ട്. എവിടെ ഉണ്ടായിട്ടെന്താ? ഈ സ്വഹീഹായി എന്താ കാര്യമുള്ളത്? അതിനെപ്പോ സ്വഹീഹ് ബുഖാരി ഒന്ന് വിചാരിക്കാം, എന്നാലും ഇത് ഇസ്തിഗാസല്ല. സ്വഹീഹ് ബുഖാരി ഉണ്ടെങ്കിൽ പോലും നമ്മൾ തമ്മിൽ തർക്കള ഇസ്തിഗാസല്ല. അതുകൊണ്ട് സനദിന്റെ ചർച്ച പ്രധാനമല്ല. അത് നേരത്തെ പറഞ്ഞ അപ്പൊ കേട്ടില്ല.
അപ്പോഴേക്ക് കേക്കി ഇനി നമുക്ക് ചാൻസ് കിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് ഇത് സ്വഹീഹാണോ ദഈഫാണോ എന്ന് ചർച്ചയേക്കാൾ അപ്പുറം എന്തിനാണോ കൊണ്ടുവരുന്നത് അതിനത് പിന്നെ തെളിവല്ല അതാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ശിർക്ക് ചെയ്തോ ഇമാം നബി ശിർക്ക് ചെയ്തോ ഇല്ല നേരത്തെ പറഞ്ഞില്ലേ. അത് എന്താണ്, എന്ത് വേണം? ഇമാം അഹ്മദും ഇമാം നബിയും ഒക്കെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം തേടി എന്നുള്ള തെളിയിക്ക്. അപ്പോഴല്ലേ ചോദ്യം പ്രസക്തമാകുന്നത്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് നബവി ഇമാമോ ഇമാം അഹ്മദോ അടക്കമുള്ള ഇമാമികൾ ആരെങ്കിലും ഇസ്തിഗാസ ചെയ്തു എന്ന് തെളിയിക്കാത്ത കാലത്തോളം ആ ചോദ്യത്തിൽ എന്താ പ്രസക്തി? എത്ര വ്യക്തമായി പറഞ്ഞു. ഈ ഹദീസിൽ വന്നത് നമ്മൾ തമ്മിൽ തർക്കമുള്ള ഇസ്തിഗാസയെ അല്ല. പിന്നെയോ യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നേ അതിലുള്ളൂ. ആ അടിമകൾ മരിച്ചുപോയ അമ്പിയാക്കന്മാരാണോ? എവിടുന്ന് കിട്ടി? ഔലിയാക്കന്മാരോട് എവിടുന്ന് കിട്ടി? ശുഹദാക്കളോട് എവിടുന്ന് കിട്ടി? സ്വാലിഹീങ്ങളോട് എവിടുന്ന് കിട്ടി? മരിച്ചുപോയ ജിന്നുകളാണോ എവിടുന്ന് കിട്ടി? അതൊന്നുമില്ല. പിന്നെന്താ ഹദീസിൽ ഉള്ള ഉപദേശം എന്താ? ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും. നിങ്ങൾ ശ്രദ്ധിക്കണില്ല, നിങ്ങൾ പിന്നീട് ചോദിക്കും. പിന്നെ ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നാം കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. നാം കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇമാം ഹാക്കിമിന്റെ റിവായത്തിൽ അവിടെ മലായിക്കത്തുണ്ട് എന്നാ പ്രത്യേകം പറഞ്ഞത്. ഇമാം ഹാക്കിമിന്റെ റിവായത്തിന് മരത്തിന്റെ ഇല പോലും താഴെ വീഴാൻ രേഖപ്പെടുത്തുന്ന മലക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഴിതെറ്റിയാൽ, യാത്രാമൃഗം പോയാൽ ഇങ്ങനെ പറഞ്ഞുകൊള്ളുക എന്നാണ് ഹാക്കിമിന്റെ റിവായത്തിലുള്ളത്. അത് റിവായത്ത് സ്വഹീഹോ ദഈഫോ എന്ന ചർച്ചക്കപ്പുറത്ത് സ്വഹീഹ് ആയിട്ട് എന്താ കാര്യം? ഇസ്തിഗാസ സ്ഥാപിക്കാനല്ലേ. ഏകദേശം 200 കൊല്ലമായി ലോകത്ത് ഇത് ഇസ്തിഗാസക്ക് തെളിവാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അന്നൊക്കെ സലഫി പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞു. അത് തന്നെയാണ് ഉമർ മൗലവി 971 സൽസബീലിലൂടെ ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് പഠിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് നമ്മളിവിടെ ചർച്ച എന്താ? മൊയ്തീൻ ശൈഖെ കാക്കണേ, ഇഫായി ശൈഖെ കാക്കണേ, ബദരീകളെ സഹായിക്കണേ, റസൂലെ സഹായിക്കണേ, ഇസ്തസ്കരി ഉമ്മത്തിക്ക, ഇതിലൊക്കെ തെളിവുണ്ടത്. അതിനൊരിക്കലും ഈ ഹദീസ് തെളിവല്ല. നേരെ മറിച്ചത് സ്വഹിയാന്ന് മനസ്സിലാക്കിയ ഒരാൾ ചെയ്താൽ ശിർക്കുമല്ല. നേരത്തെ തന്നെ പറഞ്ഞു ഇത് സ്വഹിയാന്നൊരാൾ മനസ്സിലാക്കി അയാൾ അമൽ ചെയ്തു, അത് ശിർക്കല്ല. ഞാൻ തീർത്തു പറഞ്ഞില്ലേ, നേരത്തെ തന്നെ പറഞ്ഞു. നിങ്ങൾ അപ്പൊ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അത് തീർത്ഥങ്ങൾ പറഞ്ഞത് ശിർക്കല്ല. ഞങ്ങളും ഇവിടുത്തെ മറ്റ് ഈ പിന്നെ മുജാഹിദ് സംഘടന നമ്മൾ തർക്കം തന്നെ എവിടെയാണ്, അതിന് മർമ്മം തന്നെ എവിടെ? ഞങ്ങൾ പറഞ്ഞത് ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. ഹാജരായവർ, മലക്കുകൾ അല്ലെങ്കിൽ ജിന്നുകൾ, അല്ലാഹുവിന്റെ അടിമകൾ, അവിടെ ഉള്ളവർ, ശബ്ദം കേൾക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് ഞങ്ങളെ വക പറഞ്ഞല്ല. ഉമർ മൗലവി പറഞ്ഞ മറുപടി ഞാൻ വായിച്ചുതരാം. ഉമർ മൗലവി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടില്ല കേട്ടോ, പുറത്ത് കേൾക്കുന്ന വേറെ ചില മനുഷ്യന്മാരുണ്ട്. ഉമർ മൗലവി സൽസബീല് പറയാം ഇതിന് മറുപടി എന്താ? ഒന്ന്, അദ്ദേഹം പറഞ്ഞെന്താ, ഈ ഹദീസ് ബലഹീനമാണെന്ന് തർക്കമില്ല. അതാണ് ഒരു മറുപടി. കാരണം എന്ന് പറഞ്ഞ സ്ഥലത്തിലെ കുഴപ്പങ്ങൾ പറയുന്നു എന്നൊരു പറയാം. ഇനി സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ, കണ്ടോ, സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെ എന്തിനാണ് ഉമർ മൗലവി അത് പറഞ്ഞത്? ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മൂലമഞ്ഞ് എവിടെയും കൊടുത്തിട്ട് സ്വഹീഹാൻ സ്ഥാപിച്ചാലും ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴും അത്രേ ഉള്ളൂ, അതിൽ വേറെ ബേജാറൊന്നുമില്ല. സ്വഹീഹായോ നമ്മളെ തൗഹീദ് പൊളിഞ്ഞോ പ്രശ്നമൊന്നുമില്ല. അതേപോലെ സ്വഹീഹ് ബുഖാരി ഉണ്ട് വിചാരിക്കുക, അതുകൊണ്ടും തൗഹീദിന് പ്രശ്നം വരുന്നില്ല. സ്വഹീഹാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ നിന്ന് ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസ് അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു നേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്നു മാത്രമല്ല, ആ വിളി ശിർക്കാണ്, കുഫ്റാണ്. കണ്ടോ, 971 സൽസബിയിൽ മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് പറഞ്ഞ മറുപടി എന്തോ, ആ മറുപടി ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്.
അതേ മറുപടി, ഒരു വാക്ക് പോലും മാറ്റുന്ന ആവശ്യമില്ല. അപ്പൊ സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവുമായി ബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ പുതിയ സംഗതി ഉണ്ടാക്കിയോ പുതിയ തട്ടിക്കുട്ടി കൊണ്ടുവരയോ എന്ത് ചെയ്ത് ബുഖാരിന്ന് കാണിച്ചാലും ശരി, ഞങ്ങളെ സംബന്ധിച്ച് ബേജാറില്ല. കാരണം എന്താ, നമ്മൾ തമ്മിൽ എന്താണോ തർക്കം ആ തർക്കവുമായി ബന്ധമുള്ള വിഷയമേ അല്ല. അള്ളാഹു ഏൽപ്പിച്ച അവന്റെ മലക്കുകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ ഇടയുള്ള പല ജിന്നുകളോ അവർക്ക് ഈ ശബ്ദം കേട്ട് ആ മൃഗത്തെ പിടിച്ചു വെക്കേണ്ടി വെച്ചോട്ടെ എന്നേ അതിലുള്ളൂ. അതിനപ്പുറത്ത് ഇറാഖിലെ ബഗ്ദാദിലെ മൊയ്നി ഷെയ്ഖ് വന്നിട്ട് ഇവിടെ വിജയപ്രദേശത്ത് മരുഭൂമിക്ക് വന്നിട്ട് ഇവന്റെ മൃഗത്തെ പിടിക്കും എന്ന് പറയാൻ ഈ ഹദീസ് തെളിവല്ല എന്നതാണ് സൂചിപ്പിച്ചത്. ശരി, ഇത് അവസാനത്തേതായിരിക്കും, സമയം കഴിഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇരിക്കാൻ പൂതി ഉണ്ടെങ്കിലൊക്കെ. നവീമാവ് ചെയ്തതിനെ സംബന്ധിച്ച് പറയുന്നത് ഷിർക്കല്ല, പിന്നെ എന്താണ്? ഷിർക്കല്ല. നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാർ ഇതുവരെ പൊട്ടന്മാരായിരിക്കുക. ഞങ്ങൾ ഇതിൽ കുടുങ്ങിയാലോ ഇനിയിപ്പോ എന്താ കാട്ടുക നോട്ടിരിക്കുക, എന്താ കാട്ടുക? ഇതിപ്പോൾ ശരിക്ക് ചോദിക്കണത് യാ ഇബാദല്ലാഹി അഈനൂനി ഹദീസ് സ്വഹീഹാണെന്ന് തട്ടിക്കൂട്ടിണ്ടാക്കിയാലും ബസാറിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ബസാറിന്റെ റിവായത്ത് തട്ടിക്കൂട്ടിണ്ടാക്കിയത് ഉമർ മൗലവി. അപ്പൊ തെളിവ് ഞങ്ങൾക്ക് എന്താ? എന്നിട്ട് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പരിഹാസ രൂപത്തിലല്ല നിങ്ങൾ മൂപ്പരെ ഉദ്ധരിച്ചത്? ഉമർ മൗലവി ഞങ്ങൾ തെളിവാകോ? ഉമർ മൗലവി ചോദ്യം ചോദിക്കാൻ നിക്ക്, പറഞ്ഞതിന് മറുപടി അല്ല പറയണത്. തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയല്ല. യാ ഇബാദല്ലാഹി, നിങ്ങൾ സ്വന്തം മനഃശാസിയോട് ചോദിക്കുക, സ്വന്തം മനഃശാസിയോട് ചോദിക്കും. യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം. അത് അടിസ്ഥാനത്തിൽ നബി ഇമാം ചെയ്തു, അഹ്മദ് ഇബ്നു ഹംബൽ ചെയ്തു. ഇതൊക്കെ എന്നെ മനസ്സിലുണ്ട്. പഠിച്ചോനെ ഇതിപ്പോ നബി ഇമാം ചെയ്തു, നബി ഇമാനെ തള്ളാനും വെച്ച ഹദീസ് സ്വഹീഹാണോ? അത് ആയിക്കോട്ടെ പുസ്തകം. അപ്പൊ അത്രയുള്ളൂ, പറഞ്ഞില്ലല്ലോ. അപ്പൊ നബി ഇമാം നിങ്ങൾ പറഞ്ഞ ഇസ്തിഹാസ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇവിടെ തുള്ളിയിട്ട് കാര്യമുണ്ടോ? നബി ഇമാം നിങ്ങൾ ചെയ്ത ഇസ്തിഹാസ ചെയ്തിട്ടില്ല. ഞാൻ ഈ സൽസബീൽ വായിച്ചപ്പോഴേ പറഞ്ഞു ഇത് നിങ്ങൾക്കെല്ലാം കുറച്ചാള് പുറത്തുണ്ട് ഓലിക്കാണ് എന്നാണ്. ഇങ്ങോട്ട് കയറാൻ ധൈര്യമില്ലാത്ത കയറിയ വേറെ വല്ല പുസ്തകം പേടിക്ക വേറെ ചില മനുഷ്യന്മാർ പുറത്തുണ്ട്, കാണാത്ത ചില ആളുകൾ. ഓലിക്ക് പേടിയാ. അല്ല നിങ്ങൾക്കെല്ലാം സൽസബീൽ വായിച്ചത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞത് ഈ റിപ്പോർട്ടിൽ എവിടെയും എന്തില്ല മൊയ്തീൻ ശൈഖിനെ വിളിക്കാനോ റിഫായ് ശൈഖിനെ വിളിക്കാനോ മരിച്ചുപോയ അമ്പിയലക്കന്മാരെ വിളിക്കാനോ ഒരു വകുപ്പില്ല. അതില്ല. പിന്നെന്താ ഉള്ളത്? യാ ഇബാദല്ലാഹി അഈനൂനി, അത് മൊയ്തീൻ ശൈഖല്ല, അത് അമ്പിയലക്കന്മാരല്ല, അത് മരിച്ചുപോയ ആരുമല്ല, ഒരു സൃഷ്ടിയുമല്ല. പിന്നെന്താ? ഹാളറായ നമ്മൾ കാണാത്ത വല്ല അടിമകളും ഉണ്ടെങ്കിൽ എന്നേ റിപ്പോർട്ടിലുള്ളൂ. അപ്പൊ സ്വഹീഹാണെങ്കിൽ തന്നെ ശിർക്കിന്റെ പ്രശ്നം വരുന്നില്ല. സ്വഹീഹാണെങ്കിൽ തന്നെ ശിർക്കിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാ സ്വഹീഹ് അല്ലതാനും അത് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതായിരുന്നാലും ഇവിടെ രണ്ട് വിഷയ പ്രധാനമായി വന്നത്, ഒന്ന് ഇസ്തസ്കരി ഉമ്മത്തിക്ക, രണ്ട് യാ ഇബാദല്ലാഹ്. രണ്ടുകൊണ്ടും നമ്മൾ നാട്ടിൽ തർക്കമുള്ള ഇസ്തിഗാസ തെളിയിക്കാൻ സാധ്യമല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അവസാനമായി ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിൽ പറഞ്ഞ ഒരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു, വഅന്ന സ്വഹാബ ഖദ് അജ്ദബു മർറാത്തിൻ, സ്വഹാബത്തിന് പലപ്പോഴായി ക്ഷാമമുണ്ടായിട്ടുണ്ട്. വദഹമതുഹും നവാഇബു ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം പല വിപത്തുകളും സ്വഹാബത്തിനെ ബാധിച്ചിട്ടുണ്ട്. ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരും നബിയുടെ ഖബറിൽ വരികയോ മഴയെ തേടുകയോ സഹായം തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സുയൂത്തി റഹിമഹുല്ലാഹ് അൽ അംറു ബിൽ ഇത്തിബാൽ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അബ്ദല്ലാഹ് ബിസലഫിക സ്വാലിഹ്, അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ഈ മുൻഗാമികൾ ചെയ്ത വഴിയാണ് നീയും സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച ഉപദേശമാണ് നമ്മളെല്ലാവരും ഇവിടെ സ്വീകരിക്കേണ്ടത് എന്ന് എന്നെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും ഇതൊരു വിജയപരാജയത്തിന്റെ വിഷയമല്ല. അങ്ങനെ തർക്കിച്ച് പറഞ്ഞു ജയിച്ച് തർക്കിക്കാനുമല്ല, നേരെ മറിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാവൂ, അവനോട് സഹായം തേടാവൂ, അവനോട് ഇസ്തിഗാസ ചെയ്യാവൂ എന്ന് സ്ഥാപിക്കാനായിരുന്നു. അത് അൽഹംദുലില്ലാഹ് ഇവിടെ സ്ഥിരപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരൊറ്റ ഇമാമും ഒരാളോടും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബിനോടല്ലാതെ. യാ ഇബാദല്ലാഹി അഈനൂനി എന്നുള്ളത് ഒരു പ്രാർത്ഥനയെ അല്ല, റബ്ബല്ലാത്ത ഒരാളുടെ തേട്ടമല്ല, അവളുടെ പ്രാർത്ഥനയല്ല, തർക്കമുള്ള ഇസ്തിഗാസയുമല്ല. ഇമാം അഹ്മദിനെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് മുസ്ലിയാക്കന്മാർ പറഞ്ഞെങ്കിലും ഇല്ല, അവരാരും അങ്ങനെ മരിച്ചുപോയ ഒരാളെയും വിളിച്ചു തേടിയിട്ടില്ല,
പ്രാർത്ഥിച്ചിട്ടില്ല. ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന സ്വഹാബി ഖബറിൽ പോയി എന്ന് മുസ്ലിയാക്കന്മാർ വെറുതെ പറഞ്ഞുവെന്നല്ലാതെ അത് കൈയോടെ പിടികൂടിയിട്ടും അവർക്ക് ആർക്കും തിരിച്ചൊന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ആലോചിക്കുക, ഇനിയെങ്കിലും ചിന്തിക്കുക. നമുക്ക് റബ്ബ് മതി, ഹസ്ബി അല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് തീരുമാനിക്കുക. വിളിച്ചു തേടാൻ ഒരു നബിയും ആവശ്യമില്ല, വിളിച്ചു തേടാൻ ഒരു മഹാനും ആവശ്യമില്ല, വിളിച്ചു തേടാൻ ഒരു ജിന്നും വേണ്ട, ഒരു മലക്കും വേണ്ട, ഹാദിറായതും വേണ്ട, വൈബായതും വേണ്ട, ഖാദിറായതും വേണ്ട, ആജിസായതും വേണ്ട, ഒരൊറ്റ സൃഷ്ടിയും ആവശ്യമില്ല. ഇന്നമാ അദ്ഉ റബ്ബി, നമ്മുടെ ദുആ റബ്ബിനോട് മാത്രം. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും പങ്കു ചേർക്കില്ല എന്ന് ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുക. വിഷയങ്ങൾ വിശദമായി കൂടുതൽ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വല്ല അബദ്ധങ്ങളും എവിടെയെങ്കിലും വന്നു പോയെങ്കിൽ അല്ലാഹു അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.